ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ. ഞാനൊരു ബിസിനസ് കോച്ചും ലൈഫ് കോച്ചും ഒരു സംരംഭകയുമാണ്. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു ഓൺലൈൻ ആയിട്ടുള്ള ബുട്ടീക്ക് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്, നഷ്ടം വരാതെ പ്രോഡക്റ്റുകൾ ഡെഡ് സ്റ്റോക്ക് ആയി പോകാതെ എങ്ങനെ ശരിയായ രീതിയിൽ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്ത് നല്ല രീതിയിൽ അത് സെയിൽ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ആ ഒരു സംശയം അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് നിന്നാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ പ്രധാനമായിട്ടും 10 പോയിന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ 10 പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു പ്ലാൻ ഉണ്ടാക്കുക. നമ്മൾ ഏതൊരു കാര്യത്തിനായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോഴും നമുക്ക് ഉള്ളിലൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, എനിക്കിത് തുടങ്ങണം, എനിക്കിതിൽ നിന്നും ഒരുപാട് പണം സമ്പാദിക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു എമൗണ്ട് അല്ലെങ്കിൽ വലിയ എമൗണ്ട് ആയിക്കോട്ടെ, പെട്ടെന്ന് തന്നെ 1-2 ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നമ്മൾ പോയിട്ട് അവിടെ കാണുന്നതൊക്കെ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ അത് വിൽക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് നഷ്ടമാവും. നിങ്ങളുടെ ആ സ്വപ്നം അവിടെ വെച്ച് കുഴിച്ചു മൂടേണ്ടി വരും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്താതിരിക്കാനായിട്ട് നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും ആദ്യം വേണ്ടത് എന്താണ്, ഒരു സ്ട്രാറ്റജിയും ഒരു പ്ലാനിങ്ങും ഉണ്ടായിരിക്കണം. ഇപ്പോൾ വ്യക്തമായിട്ട് നമുക്ക് ഒരു ക്ലോത്തിങ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ അവിടെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങിൽ കൊണ്ടുപോകാം. 2, ആ എടുത്തുകൊണ്ടുവന്ന സാധനത്തെ കൃത്യമായിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവും വേണം. ഇത് രണ്ടും ചേർന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നിങ്ങളുടെ ബ്രാൻഡിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. 10 പോയിന്റാണ്. ഇതൊരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഇതിനനുസരിച്ചായിരിക്കണം വർക്കൗട്ട് ചെയ്യേണ്ടത്. ആദ്യത്തേത്, അണ്ടർസ്റ്റാൻഡ് യുവർ നിഷ് ഓർ ടാർഗറ്റ് ഓഡിയൻസ്. നമ്മൾ ആർക്കാണ് വിൽക്കാൻ പോകുന്നത് വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഏത് തരം പ്രോഡക്റ്റോ ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ കസവ് സാരി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഹാൻഡ് പെയിൻറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സായിരിക്കാം, കിഡ്സ് വെയർ ആയിരിക്കാം, ലേഡീസ് വെയറിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് കുർത്തീസ് ആയിരിക്കാം, അല്ലെങ്കിൽ റണ്ണിങ് മെറ്റീരിയൽസ് ആയിരിക്കാം, നൈറ്റി ആയിരിക്കാം, ഏതോ ആയിക്കോട്ടെ, നിങ്ങൾ ആ ചെയ്യുന്നത് ഞാൻ ആർക്കാണ് ഇത് വിൽക്കാൻ പോകുന്നത് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നിങ്ങളൊരു ഷോപ്പിൽ പോയിട്ട്, ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോയിട്ട് എല്ലാ തരത്തിലുള്ള മെറ്റീരിയൽസും കുറച്ച് എമൗണ്ടിൽ നിങ്ങൾ എടുത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കും. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു നിഷ് മാത്രം തിരഞ്ഞെടുക്കാം. നൈറ്റി ആണെങ്കിൽ നൈറ്റി മാത്രമായിട്ട് എടുക്കുക. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിനുള്ള റണ്ണിങ് മെറ്റീരിയൽ മാത്രം എടുത്തിട്ട് വരിക. റെഡിമെയ്ഡ് ബ്ലൗസസ് ആണെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ആദ്യം ടാർഗറ്റ് ഓഡിയൻസിനെ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒപ്പം ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ് അണ്ടർസ്റ്റാൻഡ് യുവർ ഫാബ്രിക്സ്. നമ്മൾ എന്ത് തരത്തിലുള്ള മെറ്റീരിയൽ ആണ് വാങ്ങാൻ പോകുന്നതെന്ന് ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളിപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ടുള്ള കോട്ടൺ വെയർസ് ആണെങ്കിൽ ആ കോട്ടൺ വെയറിനെ കുറിച്ച് നമ്മൾ അത് ഏതൊക്കെയാണ് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ള കോട്ടൺ കുർത്തീസ്, സംഗനേരി ബ്ലോക്ക് പ്രിന്റ്, അജ്രക്ക്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് ട്രെൻഡിങ്ങിന്. അപ്പം ഇത് വെച്ചിട്ട് എന്തൊക്കെ ഐറ്റംസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റെഡിമെയ്ഡുകൾ എടുക്കാം, ഇതിനെക്കുറിച്ചുള്ള പ്ലാൻ വേണം. ഇതിനോടൊപ്പം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റുകൾ സന്ദർശിക്കുക എന്നുള്ളത്. നമുക്ക് ഒന്നുകിൽ നിങ്ങളുടെ നാട്ടിലെ ലോക്കൽ മാർക്കറ്റ് തന്നെ ഹോൾസെയിൽ ഷോപ്സ് ഉണ്ടെങ്കിൽ അത് നോക്കാം. അല്ല, നിങ്ങൾ അങ്ങനെയുള്ള ഒരു സിറ്റിയിലല്ല നിങ്ങൾ ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഒരു നാട്ടിൻ പുറം ആണെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഉള്ള ഒരു മൾട്ടി ബ്രാൻഡ് സ്റ്റോർ, ഫാഷൻ ആയിട്ടുള്ള ബുട്ടീക്സോ, ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് സന്ദർശിച്ച് നോക്കാം. നിങ്ങൾ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഷോപ്പുകൾ, ഇപ്പോൾ പോത്തീസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ജയലക്ഷ്മി, ഇങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ പോവുക. പോയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചുറ്റിനും നിങ്ങളൊരു ഓഡിയൻസ് ആയിട്ട് നോക്കുക. ആ കടയിലേക്ക് വന്നിരിക്കുന്ന കസ്റ്റമേഴ്സിനെ നന്നായിട്ട് വീക്ഷിക്കുക. അവരെന്തൊക്കെ ടൈപ്പ് മെറ്റീരിയൽസ് ആണ് ചൂസ് ചെയ്യുന്നത്, അവരതൊക്കെ ബോഡിയിൽ വെച്ച് നോക്കുമ്പോൾ ആ കളർ പാറ്റേൺസ്, എന്ത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് നോക്കുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ക്രൗഡ് പോലെ നിൽക്കുന്നത്. ഇപ്പോൾ അജ്രക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽ അത് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്നൊരു സമയമാണിപ്പോൾ. അപ്പോൾ അവിടെ എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടും, ഇനി അതിൻ്റെ നൈറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ, കുർത്തീസിൻ്റെ സെക്ഷനിൽ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് എന്ത്, ഇങ്ങനെ നിങ്ങൾക്ക് എന്താണോ വിൽക്കാൻ ആഗ്രഹമുള്ള ആ ഒരു ഏരിയയിലേക്ക്, പർട്ടിക്കുലർ ഏരിയയിൽ നിൽക്കുന്ന കസ്റ്റമേഴ്സ്, ആ കടയിൽ നിൽക്കുന്ന ആൾക്കാർ ഏത് തരം ബഡ്ജറ്റിലുള്ളതൊക്കെ ആയിരിക്കും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് വിലയിരുത്തുക. എന്നിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആ ഷോപ്പിൽ, അങ്ങനെയുള്ള ഷോപ്പുകളിൽ കിട്ടുന്നത്, അതൊക്കെ ഒന്ന് തൊട്ട് നോക്കി ആ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി അറിഞ്ഞ് അവിടെ എത്ര രൂപയ്ക്കാണ് ഓരോ റണ്ണിങ് മെറ്റീരിയലും ഓരോ പ്രൊഡക്റ്റുകളും വിൽക്കുന്നത്, ഇതൊക്കെ ഒരു വിവരമൊക്കെ നമുക്ക് അവിടെ നിന്നും കിട്ടുന്നു. ഇത് രണ്ടാമത്തെ പോയിന്റ്. 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു ബഡ്ജറ്റും ഒരു പ്ലാനിങ്ങും കൃത്യമായിട്ടുണ്ടായിരിക്കണം. അതായത് വെറുതെ കുറേ എമൗണ്ട് കൊണ്ടുപോയി ഹോൾസെയിൽ ഷോപ്സിൽ കൊടുത്തിട്ട് വിൽക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വിറ്റിട്ട് ഒരു കാര്യമില്ല.
നമ്മൾ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തും. അപ്പോൾ അതിന് മുമ്പ് ഒരു കൃത്യമായൊരു ബഡ്ജറ്റ് പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതായത് ഞാൻ എത്ര രൂപയ്ക്കാണ് പ്രോഡക്റ്റ് എടുക്കേണ്ടത്. ഇതിനായിട്ട് വലിയ എമൗണ്ട് തുടക്കക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരിക്കലും വലിയ എമൗണ്ടിൽ ഞാൻ സാധനം എടുത്താലേ അത് വിറ്റ് പോയാൽ മാത്രമേ എനിക്ക് വളരാൻ പെട്ടെന്ന് വളർച്ചയാണ് പലരും ആഗ്രഹിക്കുന്നത്, അതിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ ഏറ്റവും കുറഞ്ഞ് എത്ര രൂപയാണുള്ളത് അത് മാത്രം ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ഷോപ്സിൽ നമുക്ക് ബൾക്കായിട്ടുള്ള എമൗണ്ടുകളിൽ മാത്രം ആയിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് കൊടുത്തിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒത്തിരി കടകളിൽ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ടിൽ പോലും നമുക്ക് സിംഗിൾ പീസായിട്ട് ഒക്കെ നമുക്ക് മെറ്റീരിയൽസ് മുറിച്ച് വാങ്ങുന്നതാണെങ്കിൽ അങ്ങനെ നമുക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടൊരു ബഡ്ജറ്റും ഒരു പ്ലാനിങ്ങും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായും ഡെഡ് സ്റ്റോക്ക് നിങ്ങൾക്ക് വരത്തില്ല. ഈ തുടക്കക്കാർ ബിഗിനേഴ്സിന് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഡെഡ് സ്റ്റോക്കാണ്. വിറ്റ് പോകാതെ പ്രോഡക്റ്റുകൾ ബൾക്കായിട്ട് വലിയ എമൗണ്ടിന് എടുത്തിട്ട് വരും, പക്ഷെ അത് വിൽക്കാനായിട്ട് അറിയില്ല. ചിലപ്പോൾ അത് ട്രെൻഡിൽ നിന്നും പുറത്ത് പോയിട്ടുള്ള ട്രെൻഡ് ഔട്ട് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കാം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ 4ാമത്തെ പോയിന്റ്, നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസിനേക്കാളുപരി നമ്മൾ ക്വാളിറ്റിയാണ് നോക്കേണ്ടത്. നമ്മൾ വിൽക്കുന്ന സാധനങ്ങൾക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. അതിനായിട്ട് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ലോക്കലായിട്ടുള്ള ഷോപ്സിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നിന്നും കുറച്ച് മെറ്റീരിയൽസൊക്കെ നിങ്ങൾ ക്വാളിറ്റി മനസ്സിലാക്കുക. അത് അവിടുത്തെ സ്റ്റാഫിനോട് തന്നെ ചോദിക്കുക. ഇതിൻ്റെ കളർ ബ്ലീഡിങ്, അതുപോലെ എത്ര കാലം ഇത് നിലനിൽക്കും, എന്തൊക്കെ ടൈപ്പിലുള്ള മെറ്റീരിയൽസ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ഒരു വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കടകളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ അതിൽ നിന്ന് 1-2 സാധനങ്ങളൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ തന്നെ അത് ഉപയോഗിച്ച് നോക്കുക. അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾക്കൊക്കെ എത്ര കാലമാണ് ഷെൽഫ് ലൈഫ് ഉള്ളത്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് നമ്മൾ വിലയേക്കാളുപരി നമ്മൾ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കൃത്യമായിട്ട് ഫാബ്രിക്കുകളെ കുറിച്ച് അറിഞ്ഞിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിൽക്ക് മെറ്റീരിയൽസ് ഉണ്ട്, ജോർജറ്റ് ഉണ്ട്, അതിൽ തന്നെ പ്യുവർ ജോർജറ്റ് ഉണ്ട്, ഫോക്സ് ജോർജറ്റ് ഉണ്ട്. അപ്പോൾ അവയുടെ പ്രത്യേകത എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ കളർ വേരിയേഷൻസ് വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു കാര്യം പർച്ചേസ് ചെയ്യാനായിട്ട് പോകേണ്ടത്. നമ്മൾ ഫാബ്രിക് പർച്ചേസിന് പോകുമ്പോൾ ലോക്കലായിട്ടുള്ള ഹോൾസെയിൽ ഷോപ്പുകൾ ആദ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതായത് നമ്മുടെ കേരളത്തിൽ തന്നെ കാലിക്കറ്റിലും അതുപോലെ എറണാകുളം ബ്രോഡ്വേയിലും ഒക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റെപ്സിലുള്ള പോലെ ഫാബ്രിക്കിനെ കുറിച്ച് അറിയുക, വില വിവരങ്ങളെക്കുറിച്ചൊക്കെ തിരക്കി മനസ്സിലാക്കി വെക്കുക. ഈ കാര്യങ്ങൾ ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വെക്കാം. അതിനുശേഷം 6ാമത്തെ പോയിന്റ്, നല്ലൊരു ഹോൾസെയിൽ അല്ലെങ്കിൽ സപ്ലയറിനെ നമ്മൾ കണ്ടെത്തുക. അങ്ങനെ കണ്ടെത്തി അവരുമായിട്ട് കണക്ട് ചെയ്ത് അവിടെയുള്ള സ്റ്റാഫ്സൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് എത്ര രൂപയ്ക്ക് എനിക്ക് പ്രോഡക്റ്റ് വാങ്ങാം, അത് എത്ര ദിവസത്തിൽ പ്രോഡക്റ്റ് എത്തിച്ചു തരും, അതിൽ എത്രയാണ് നമുക്ക് എത്ര രൂപയ്ക്ക് നമുക്കത് സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്രയാണ്, ഓരോ മീറ്ററിന് എത്ര രൂപയാണ്, ഇതൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കാം. നല്ല രീതിയിൽ ഒരു സപ്ലൈ ചെയ്യുന്ന ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ വെണ്ടർ ആണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു ക്വാളിറ്റി പ്രൈസിങ്, നല്ലൊരു പ്രൈസിങ്ങിൽ നമുക്ക് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അവർ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇവരും നല്ല പ്രോഡക്റ്റുകൾ വാങ്ങി അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ട്രെൻഡ് മാറുന്നതിനനുസരിച്ച് നമ്മളും അപ്ഡേറ്റ് ആകും. അവർ നല്ല പ്രോഡക്റ്റുകൾ തന്നു തുടങ്ങുമ്പോൾ നമ്മളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആകും. അങ്ങനെയുള്ള ആൾക്കാരെ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ നിന്നും കണ്ടെത്തുക. എല്ലാവരും ചിന്തിക്കുന്നത് ഹോൾസെയിൽ ആയിട്ടുള്ള ഷോപ്പുകൾ എന്ന് പറയുന്നത് സൂറത്തിലും ബാംഗ്ലൂരും രാജസ്ഥാനിലും ഒക്കെ പോയാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഒരിക്കലുമല്ല. ഇപ്പോൾ ഇൻഡസ്ട്രിയിലെ ട്രെൻഡ് മാറി. നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ഒരിക്കലും വലിയ വലിയ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ പോലും ബൾക്കായിട്ടുള്ള സാധനങ്ങൾ ഓപ്റ്റ് ചെയ്യാതിരിക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത് അത് കൊണ്ടുവന്ന് ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നിങ്ങളൊരു ഷോപ്പാണെങ്കിൽ അങ്ങനെ, ഞാൻ ഒരിക്കലും ഒരു ഷോപ്പ് ആദ്യം പ്രിഫർ ചെയ്യത്തില്ല. ഒരു ഓൺലൈൻ ആയിട്ടുള്ളൊരു സ്റ്റോർ അല്ലെങ്കിൽ ഒരു അവിടെ തുടങ്ങുക. ഒരു ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഇട്ട് തുടങ്ങി നിങ്ങൾ തന്നെ ആദ്യം പരിചയപ്പെട്ട് വരിക. എങ്ങനെയാണിത് ചെയ്യേണ്ടത്, എങ്ങനെ വീഡിയോസ് എടുക്കണം, എങ്ങനെ ഇത് പ്രസൻറ്റ് ചെയ്യണം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ശരിയായ രീതിയിൽ ഒരു 3 മാസം കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് നിങ്ങൾ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾ എടുത്ത പ്രോഡക്റ്റുകൾ കൃത്യമായിട്ട് വിറ്റുപോകും. അപ്പോൾ അവിടെ നിന്നും വേണം അടുത്ത സ്റ്റെപ്പ് വെക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും തുടക്കത്തിൽ നമ്മൾ ഈ വലിയ വലിയ ഹോൾസെയിൽ മാർക്കറ്റുകളിൽ പോകരുത്. ബഡ്ജറ്റ് അനുസരിച്ച് ചെറിയ എമൗണ്ടിൽ ലോക്കൽ മാർക്കറ്റുകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത പോയിന്റ്, ലേൺ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി. നമ്മൾ എങ്ങനെയാണ് ഒരു MOQ തിരഞ്ഞെടുക്കുന്നത്, അതായത് എത്ര രൂപ മുതൽ എനിക്ക് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാമെന്ന് കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ഷോപ്സിലെയും അവർ ഒരു സജഷൻ തരും. 20 മീറ്റർ എടുക്കുമ്പോൾ ഇത്ര രൂപ, നിങ്ങൾ അതിൻ്റെ ഒരു റീറ്റെയിൽ പ്രൈസിൽ ഒരു 2.5 മീറ്റർ എടുക്കുകയാണെങ്കിൽ ഇത്ര രൂപ. ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഏതൊക്കെ ഷോപ്സ്, ഇപ്പം നിങ്ങൾ ഓൺലൈനിലുള്ള ഹോൾസെയിൽ സപ്ലയറിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ കുറേ ആൾക്കാരുടെ കോൺടാക്റ്റ് കിട്ടും. അപ്പോൾ അതിൽ സെയിം സാധനം തന്നെ പല വെൻഡേഴ്സ് സപ്ലൈസ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി എത്ര രൂപയ്ക്ക് സാധനം എടുത്താൽ നമുക്ക് ഇത് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഹോൾസെയിൽ ഷോപ്സിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മിനിമം ഓർഡർ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് കുറച്ചൊരു 6 പീസ് എടുത്താൽ മതി, അല്ലെങ്കിൽ 6000 രൂപയ്ക്ക് സാധനം എടുത്താൽ മതി.
ഇങ്ങനെ അവർ പറയുന്ന കടകളെ നമ്മൾ ആദ്യം ലക്ഷ്യം വയ്ക്കുക. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മനസ്സിന് ഇണങ്ങിയ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. 7ാമത്തെ പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സീസണൽ ആയിട്ടുള്ള ട്രെൻഡുകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മുടെ നാട്ടിൽ ഓരോ മാസവും ഇൻഡസ്ട്രിയിലെ മാറ്റങ്ങൾ വരുന്നു അല്ലേ? ഫാഷനിൽ ട്രെൻഡുകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇതൊന്നും അറിയാതെ നമ്മൾ ഏതെങ്കിലും ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ചിലപ്പോൾ വിറ്റ് പോകാതിരിക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കും തുടക്കക്കാരായിട്ടുള്ള നമ്മളോട് അവർ ചിലപ്പോൾ പറയും ഇതൊക്കെ നല്ലതാണ്, നമ്മളിതൊക്കെ കണ്ടെടുത്തിട്ട് വരും. പക്ഷെ ഒരിക്കലും നിങ്ങളത് ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ സ്ക്രോൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പലതരത്തിലുള്ള യൂട്യൂബേഴ്സ്, ഇൻഫ്ലുവൻസർമാർ, സെലിബ്രിറ്റീസ്, ഇവരൊക്കെ ഇടുന്ന അല്ലെങ്കിൽ സീരിയലിലുള്ള സിനിമയിലുള്ള ആൾക്കാർ ഇവരൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ, ഇപ്പോൾ സാരീസിൻ്റെ ഒക്കെ ബൊട്ടിക്സ് ആണെങ്കിൽ നിങ്ങൾ ആ സാരിയുടെ ഒക്കെ ഒരുപാട് ബൊട്ടിക്കിൻ്റെ പേജുകൾ നിങ്ങൾ ഫോളോ ചെയ്യും. പക്ഷേ സ്വന്തമായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും ഞാൻ ഏത് സാരി എടുക്കണം, എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്. നിങ്ങൾ ലോജിക്കലി ചിന്തിച്ച് നോക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഏതാണോ അതായിരിക്കും നമ്മുടെ നാട്ടിലെ ഇൻഡസ്ട്രിയൽ ട്രെൻഡ്. അത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരിക്കാം. അതുപോലെ ഓണം വരുമ്പോൾ ആൾക്കാരെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വളരെ കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മലയാളി ടച്ച് കിട്ടുന്ന ട്രെൻഡ് ആയിരിക്കും. പക്ഷെ അതായിരിക്കില്ല നമുക്ക് ക്രിസ്മസിന് വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് ഫെസ്റ്റീവ് സീസൺസിൽ വരുമ്പോൾ. ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് ഒക്കേഷൻ വെയർ ആണ്. ഇനി ന്യൂ ബോൺ ആയിട്ടുള്ള ബേബീസിനാണെങ്കിൽ പേസ്റ്റൽ ഷെയ്ഡ്സിൽ അല്ലെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള സൂത്തിങ് ആയിട്ടുള്ള കളേഴ്സ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസിന് പോകാൻ. ഇല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന എന്ത് സാധനം അത് എടുത്തിട്ട് വന്ന് സാറ്റിസ്ഫൈഡ് ആകേണ്ടി വരും. അപ്പോൾ എനിക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് എന്താണോ അത് മനസ്സിലാക്കാം. അടുത്തത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പ്രോഡക്റ്റുകളുടെ കുറച്ച് സാമ്പിൾ സ്വാച്ചസ് അല്ലെങ്കിൽ സാമ്പിളിൻ്റെ ഫോട്ടോസ് നമ്മൾ എടുത്തിട്ട് പോകണം. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ കയ്യിൽ കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ ഈ ഷോപ്സിലൊക്കെ പോകുന്ന സമയത്ത് ചെറിയ പീസസ് ഒന്നുകിൽ ഒരു 1/2 മീറ്റർ അല്ലെങ്കിൽ 30 സെൻറ്റിമീറ്റർ ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോഡക്റ്റിൻ്റെ പീസുകൾ കട്ട് ചെയ്ത് വയ്ക്കും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടം ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള മെറ്റീരിയൽസിൻ്റെ ഒക്കെ പീസസ് നിങ്ങൾ കട്ട് ചെയ്ത് മേടിക്കാം. അതായത് ഇതിലിരിക്കുന്ന ഓരോ മെറ്റീരിയലും ഓരോ ടൈപ്പാണ്, ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇൻഡിഗോ കോട്ടൺ ആണ്, ഇത് വന്നിട്ട് നമുക്ക് ടൈ ആൻഡ് ഡൈ ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൽ ഓരോന്നിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് ജാംദാനിയാണ്. ഇങ്ങനെ ഫാബ്രിക്സ് കാണുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കും. പക്ഷേ ഇത് ഓരോന്നും തൊട്ട് നോക്കുമ്പോഴും നമ്മളിത് മനസ്സിലാക്കുമ്പോഴേ എന്ത് ടൈപ്പുള്ള മെറ്റീരിയലാണ്. ഇത് ഓരോന്നിനും ഓരോ തരത്തിലുള്ള വിലയാണ്. അപ്പോൾ ഇത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ചെറിയ പീസായിട്ട് പ്രോഡക്റ്റുകൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ പോകുമ്പോൾ അത് എടുത്ത് നോക്കുക. കാരണം ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അതിനാണ് ഞാൻ ഡയറക്റ്റ് നാട്ടിലുള്ള കടകളിൽ പോയിട്ട് നിങ്ങൾ മെറ്റീരിയൽസും കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇൻഡിഗോ ആണ്, ഇത് പ്യുവർ ആയിട്ടുള്ള ഇൻഡിഗോ കോട്ടൺ ആണ്. അപ്പോൾ ഇതും ഒരു പ്രിന്റഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് ആയിട്ടുള്ളത് അതായത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ മെറ്റീരിയലിൻ്റെ. അപ്പം നമ്മൾ ഈ ചെറിയ 30 സെൻറ്റിമീറ്ററിലെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ മുറിച്ച് മേടിച്ച് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ഇത് വേണമെങ്കിൽ കയ്യിൽ വെച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് പിൻറ്ററസ്റ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽസിൽ നിന്നും അതായത് സോഷ്യൽ മീഡിയയിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ആൾക്കാരുടെ പ്രോഡക്റ്റുകളുടെയൊക്കെ സ്ക്രീൻഷോട്ടുകൾ എടുത്തിട്ട് അത് ഫോണിലൊരു ഫോൾഡർ ആക്കി വയ്ക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇത് വെച്ചിട്ടുള്ള റെഫറൻസ് വെച്ചിട്ട് സാധനങ്ങൾ മേടിക്കാനായിട്ട് നോക്കാം. നൈറ്റിയാണ് ഇന്നത്തെ നൈറ്റി. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് അജ്രക് നൈറ്റീസ്, അതുപോലെ തന്നെ കട്ട് വർക്ക് ചെയ്തിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുള്ള നൈറ്റീസ്, നല്ല പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ വരുന്ന നൈറ്റീസ്. ഇതെല്ലാം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനത്തെ നൈറ്റീസ് വരുമ്പോൾ ഇത് വിൽക്കുന്ന ആൾക്കാരുടെ പേജുകൾ അല്ലെങ്കിൽ ഇത് ഇട്ടിട്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ നിങ്ങൾ റെഫറൻസിനായിട്ട് എന്ത് ചെയ്യുക, ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫോണിലൊരു ഫോൾഡറിലാക്കുക. നിങ്ങൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ആ ഷോപ്പിലുള്ള ആൾക്കാരെ കാണിച്ചു കൊടുക്കാം, ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ നോക്കിയാണ് വരുന്നത്, ഈ ടൈപ്പ് ഉണ്ടോ എന്ന് ചോദിക്കാം. ഇല്ലെങ്കിൽ അവരാറാക്കിയിരിക്കുന്ന സാധനം നമ്മുടെ കയ്യിൽ തന്നിട്ട് അത് അടിച്ചേൽപ്പിക്കുക, അത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള റെഫറൻസ് ഫോട്ടോസോ അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഈ ഫാബ്രിക്കിൻ്റെ പീസസോ ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ആ ക്ലോത്ത് തിരിച്ചറിയാൻ വേണ്ടിയാണ് അതുമായിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. റിട്ടേൺ പോളിസീസും അതുപോലെ പേയ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. നമ്മൾ ചെറിയ എമൗണ്ടിനാണ് സാധനം മേടിക്കുന്നതെങ്കിലും ഇതിനൊരു ബില്ല് നമ്മൾ ചോദിച്ച് വാങ്ങി വെച്ചിരിക്കാം. നമ്മുടെ തുടക്കം മുതൽ നമ്മൾ ബൊട്ടീക്കിന് ആവശ്യമായിട്ടുള്ള എന്ത് കാര്യത്തിന് നിങ്ങൾ എന്ത് സാധനം മേടിച്ചാലും അതിന് നമ്മൾ കൃത്യമായിട്ടൊരു ബില്ല് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുക. അതിനായിട്ടൊരു ബുക്ക് എടുക്കുക, മാറ്റി നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് തുടക്കത്തിലേ അറിയണം. നമ്മൾ മെറ്റീരിയൽ എടുക്കുന്ന മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മുതൽ നമ്മൾ ട്രാവലിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ആ ചിലവ് ഉൾപ്പെടെ നമ്മൾ എഴുതി തുടങ്ങാം. അപ്പം നിങ്ങൾ ആ ഒരു ഷോപ്പിൽ പോകുമ്പോൾ അവരുടെ അടുത്ത് നിന്ന് ചോദിക്കുക നിങ്ങളുടെ റിട്ടേൺ പോളിസി എങ്ങനെയാണ്. നമ്മൾ ഈ ആദ്യത്തെ തവണ ഞാൻ വന്ന സാധനം മേടിച്ചു, ഇൻ കേസ് നമ്മൾ ഈ മെറ്റീരിയൽ ഇപ്പോൾ നിങ്ങളൊരു 20 മീറ്ററൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ
അതിന് എങ്ങനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്ചേഞ്ച് പോളിസി, ഇതിന് പകരം നിങ്ങൾ പ്രോഡക്റ്റ് അയച്ചു തരുമോ, ഇത് കൃത്യമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കാം. 2, നമ്മൾ എങ്ങനെയാണ് നമ്മളിത് പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ബില്ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് നമ്മൾ തുടക്കത്തിൽ വിചാരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ, കുറച്ച് എമൗണ്ട് എടുക്കുന്നുള്ളൂ, ആവശ്യമുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊരു പാത്തായിട്ട് കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യുക. ഇത് നമുക്ക് വലിയ വലിയ എമൗണ്ടിലേക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെയധികം ഉപകാരപ്പെടും. നമ്മൾ കുഞ്ഞായിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ച് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ ബൾക്കായിട്ടുള്ള സാധനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ 10 പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നമ്മൾ ഏതൊരു മെറ്റീരിയൽ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോകും മുമ്പ് ഒരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഞാനിപ്പോൾ പറഞ്ഞെടുക്കാം. മാർക്കറ്റിൽ ട്രെൻഡ് മനസ്സിലാക്കുക, അല്ലാതെ നിങ്ങൾ പോകരുത്. അതുപോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, നമുക്കിത് ഇതിന് വേണ്ടി ബൾക്കായിട്ടുള്ള എടുക്കുമ്പോൾ ഒരുപാട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഒരിക്കലും ചെയ്യരുത്. ലോൺ എടുത്തിട്ട് ഒരുപാട് സാധനം എടുത്ത് നഷ്ടം വന്ന ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിലുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതുകൂടാതെ ചെറിയ എമൗണ്ടിന് മാർക്കറ്റിൻ്റെ ട്രെൻഡ് അനുസരിച്ച് എന്തൊക്കെയാണ്, ആരാണ് എൻ്റെ കസ്റ്റമർ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇത് ഉപയോഗിച്ച് മനസ്സിലാക്കി കൊണ്ടുവേണം നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടുള്ള ഷോപ്പുകളിൽ പോയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ. നിങ്ങൾ പോകുമ്പോൾ ഫുൾ ഓഫ് കോൺഫിഡൻസിൽ പോകുക. അതായത് എന്നെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ നഷ്ടം വരുമോ, ഞാൻ പറ്റിക്കപ്പെടുമോ, എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റുമോ. പിന്നെ പല ആൾക്കാരും ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത കാശ് പല സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാക്കി കുറേ എമൗണ്ട് കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുപോയി ഈ ഒരു ഹോൾസെയിൽ ഷോപ്പിൽ കൊടുത്തിട്ട് നഷ്ടം വരുത്തും. അപ്പോൾ അതൊരിക്കലും ചെയ്യരുത്. നമ്മളുടെ കയ്യിൽ കുറച്ച് എമൗണ്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് പോയി നോക്കാം. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെ ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം നിങ്ങൾ പോകാൻ. നേരത്തെ തന്നെ മനസ്സിന് കോൺഫിഡൻസ് കൊടുക്കുക, എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ഉണ്ടായി ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ പോകാനായിട്ട്. സെൽഫ് ഡൗട്ടോടുകൂടി ഒരിക്കലും ഇങ്ങനെ മാർക്കറ്റുകളിൽ പോകരുത്. അവർ പറയുന്നത് വിശ്വസിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞ് വിശ്വസിച്ച് അത് കേട്ട്, പക്ഷെ നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ അതായിരിക്കില്ല പറയുന്നത്, വേണ്ട എന്ന് പറയും. പക്ഷെ മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങളത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഫുള്ളി കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരാഴ്ച മതി. ഒരാഴ്ച നിങ്ങൾ ഈ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് റെഡി ആക്കിയിട്ട് ഈ ഒരു ദിവസം നിങ്ങൾ ഡേറ്റ് ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ദിവസം പോയിട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതെന്തെടുത്തുള്ളൂ നഷ്ടമില്ലാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് കയറാനായിട്ട് സാധിക്കും. ഇപ്പം നിങ്ങൾ 5000 രൂപയ്ക്ക് ഈ മാസം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു 10,000, 15,000, 20,000 നിങ്ങൾക്ക് കൂട്ടി നമുക്ക് പർച്ചേസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇനി നിങ്ങൾ ഈ പ്രോഡക്റ്റുകൾ മേടിച്ചു, ഇത് എങ്ങനെ വിൽക്കണമെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. നമ്മളുടെ സമൃദ്ധിയിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മുടെ സമൃദ്ധി ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, ആർട്ടായാലും ക്രാഫ്റ്റ് ആയാലും ഫാഷൻ ആയാലും ഫുഡ് ആയാലും, ഇനി നിങ്ങൾക്ക് മൈൻഡ് സെറ്റിലാണ് നിങ്ങൾക്ക് ഗ്രോത്ത് വേണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഗൈഡൻസും സപ്പോർട്ടും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സംരംഭകയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള വ്യക്തമായിട്ടുള്ള, നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ സെഷൻസിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഇതിനോടകം ഒരുപാട് പേര്, അറൗണ്ട് 4000-ലധികം ആൾക്കാർ, നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾ പലർക്കും സംരംഭം തുടങ്ങാനായിട്ടും നല്ല രീതിയിൽ അവർക്ക് ഓൺലൈനിൽ നിന്നും ഓർഡറുകൾ വരാനായിട്ടുള്ള രീതിയിൽ എനിക്ക് അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു കൊടുക്കുക. അതിനുള്ളൊരു മെൻറ്റർ സപ്പോർട്ട് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സമൃദ്ധിയിലേക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനായിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ കയറി ജോയിൻ ചെയ്ത് നമ്മുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യാം. ഒരുപാട് പുതിയ നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട്. ഒപ്പം കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് പുതിയ ആക്ഷൻസ് ഞാൻ തന്നെ എടുക്കുന്നുണ്ട് നിങ്ങളെ വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ. കാരണം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഉയരണം. അതിനായിട്ട് എന്നാൽ കഴിവിധം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ സമൃദ്ധിയിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. വലിയ എമൗണ്ടിലുള്ള ഫീസോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മുടെ കോഴ്സസൊക്കെ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നവർക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്ന കോഴ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാവരും ആ വാട്സപ്പിലേക്ക് ജോയിൻ ചെയ്യൂ. നമ്മളുടെ അടുത്ത് വരുന്ന സെഷൻസിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നമ്മുടെ കോഴ്സുകളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനൊക്കെ ആ ഗ്രൂപ്പിൽ ഞാൻ പറയുന്നതായിരിക്കും. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. വീഡിയോസ് മറ്റുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് സമൃദ്ധിയിൽ നിന്നും ഞാൻ ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യൂ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷനും ഞാൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുവരെയും തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. താങ്ക് യു.